എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നമ്മുടെ LDCയുടെ 3 പരീക്ഷകൾ കഴിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം കഴിഞ്ഞു, കൊല്ലം കഴിഞ്ഞു, കണ്ണൂരും കഴിഞ്ഞു. 3 പരീക്ഷകൾ കഴിയുമ്പോൾ പൊതുവെ ഒരു വിലയിരുത്തൽ എല്ലാവരും തന്നെ നടത്താറുണ്ട്. തിരുവനന്തപുരം കുറച്ച് ഈസി ആയിരുന്നുവെന്നും കൊല്ലവും കണ്ണൂരും നല്ല ടഫാണ് എന്നൊക്കെയാണ് പല ആൾക്കാരും പറയുന്നത്. പറയുന്ന ആളുകൾ പലതും പറയും. അതൊന്നും കണ്ട് ഇനി വരാനിരിക്കുന്ന ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്ന ആളുകൾ ഭയപ്പെടാൻ പാടില്ല. കാര്യം എന്താണ്? ഇതൊക്കെ നമ്മൾ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഊഴത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിനേക്കാൾ വലുതെന്തോ നമുക്കായി കാത്തിരിക്കുന്നു എന്ന ഒരു തിരിച്ചറിവാണ് വേണ്ടത്. ആ തിരിച്ചറിവില്ലാതെ പോകുന്നത് കൊണ്ടാണ് പല ആൾക്കാരും, അതായത് നമ്മൾ നോക്കിയാൽ 90% പരീക്ഷ എഴുതി പരാജയപ്പെടുന്നതിന്റെ കാരണം വെച്ചാൽ എന്താണ്? തിരിച്ചറിവ്, അറിവ് ഇവ തമ്മിൽ നല്ല വ്യത്യാസം ഉള്ളത് കൊണ്ട് മാത്രമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരുണ്ട്, നമ്മൾ അറിവെന്ന് പറയും. സിലബസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യും, പല രീതിയിൽ ഒരു പഠനം നടത്തും. പക്ഷെ അവർ തിരിച്ചറിയപ്പെടാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പരീക്ഷാ ഹാളിൽ എങ്ങനെ പെരുമാറണം, ഏത് രീതിയിൽ പെരുമാറണം എന്നതിനെ കുറിച്ചാണ്. അതായത് ഇങ്ങോട്ട് വരാനിടയുള്ള ഒരു ആക്രമണം, അല്ലെ? ഒരു അറ്റാക്കാണ് വരാൻ പോകുന്നത്. 100 ചോദ്യങ്ങളും 90 മിനിറ്റും. അതിനിടയിൽ ഒരു അറ്റാക്ക് നടക്കുമ്പോൾ ആ അറ്റാക്കിനെ എങ്ങനെ അതിജീവിക്കണമെന്ന് അറിയാൻ പാടില്ലാത്ത ആൾക്കാർ. അതാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. അറിവുണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല, തിരിച്ചറിവ് കൂടി ഉണ്ടായെങ്കിൽ മാത്രമേ അതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ തിരിച്ചറിവ് നേടിയെടുക്കുന്നതിൽ പലരും പരാജയമാണ്. അപ്പോൾ ആ 90 മിനിറ്റിനെ അതിജീവിക്കുവാനുള്ള ആയുധശേഖരം കൈവശമുണ്ടോ? അതാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. ആയുധശേഖരം കൈവശമുണ്ടെങ്കിൽ മാത്രമേ ആ 90 മിനിറ്റിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പരീക്ഷയ്ക്ക് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ ആയുധശേഖരം എന്ന് പറയുന്നത് എന്താണ്? അവൻ പഠിച്ചിട്ടുള്ള പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണോ ഈ പരീക്ഷയ്ക്ക് ചോദിക്കുക എന്ന ഒരു അറിവാണ് അവിടെ വേണ്ടത്. അതിനെന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? അതിന് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ സൂചനകളായിട്ടുണ്ട്, അല്ലെ? എന്താണ് ആ സൂചനകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അതായത് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ ധാരാളം ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ മേഖലയിലേക്ക് പോകുന്നു. അപ്പൊ കഴിഞ്ഞ 1.5 കൊല്ലത്തിനിടയിൽ നമ്മുടെ ചുറ്റുപാടും നടന്നിട്ടുള്ള, ഈ ലോകത്ത് നടന്നിട്ടുള്ള, നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള, നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർക്കുക. എന്നിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് ഏതെല്ലാം ചോദ്യങ്ങൾ ഏതെല്ലാം മേഖലകളിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന ഒരു തിരിച്ചറിവും വേണം നമുക്ക്, അല്ലെ? നമ്മൾ ആ ഭൂതരായർ എന്ന് പറയുന്ന അപ്പൻ തമ്പുരാന്റെ നോവൽ തന്നെ നോക്കുമ്പോൾ എന്താണ്? 1923 എഴുതിയതാണെന്ന് പറയുന്നത്, അല്ലെ? ആഘോഷം നടന്നായിരുന്നു 100 വർഷം അതിന്റെ ആഘോഷം. അതാണ് കറണ്ട് അഫയർ ആയിട്ട് നമുക്ക് 100 കൊല്ലം പുറകിലുള്ളത് ചരിത്രമല്ലേ എന്ന് ചില ആൾക്കാർ ചോദിക്കും. അത് ചരിത്രമാണ്, ചരിത്രം ആവർത്തിക്കപ്പെട്ട അത് കറണ്ട് അഫയർ ആയിട്ട് തോന്നും. അപ്പൊ അങ്ങനെ പല രീതിയിൽ ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയുക. പിന്നെ അവനവൻ 3 വർഷം കഷ്ടപ്പെടുന്നത്, അല്ലെ? 3 കൊല്ലമാണ്. ഇനി ഇതേപോലുള്ള ഒരു അവസരം എന്ന് പറയുന്നത് 3 കൊല്ലം കഴിഞ്ഞിട്ട് ഉണ്ടാകുമോ ഇല്ലാതിരിക്കുമോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല, അല്ലെ? കാര്യം ഒന്നും ശാശ്വതമല്ലെന്നാ പറയണത്. ഇത്രയും കാലം നടന്നു, അതുകൊണ്ട് വീണ്ടും ഉണ്ടാകുമെന്ന് കരുതുന്നു. പക്ഷെ ആ 3 കൊല്ലം കഴിയുമ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാനോ നിങ്ങളോ അതേപോലെ തന്നെ മറ്റുള്ളവരോ ഉണ്ടാകുമെന്നും നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് നമ്മുടെ അവസരം എന്ന് പറയുന്നത് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? അത് ക്രാക്ക് ചെയ്യുക എന്നതാണ് പരമപ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് എന്തെന്നറിയാമോ? ഈ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ തന്നെ ഏറ്റവും വലിയ പോരായ്മ 90% ആളുകൾക്ക് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണമെന്ന് അറിയില്ല, അല്ലെ? മുൻപേ ഗമിക്കുന്ന ഗോപുതന്റെ പിൻപേ ഗമിക്കുന്നു പൈക്കളെല്ലാം എന്ന് പറയുന്ന പോലെ ഒരാൾ മുന്നേ പോയിട്ടുണ്ടോ ആ പുറകെ അങ്ങോട്ട് പോകും. ചിന്തിക്കുന്നില്ല. മുന്നേ പോകുന്നതും കൊണ്ട് ഏതെങ്കിലും കുഴി ചാടിക്കണം, മൊത്തം അവിടെ കിടന്നോളും. ഈ 90% എന്താണ്? കുഴിയിലാണ് ചാടിപ്പോകും. അതാണ് വാസ്തവം എന്ന് പറയുന്നത്. ഇവിടെ പഠിക്കുമ്പോൾ, പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ, പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ചോദ്യങ്ങളെ കാണുന്നത് ഇപ്പൊ മനസ്സിലാക്കുക. അതിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് കോൺസെപ്റ്റ് ക്ലിയർ ആവുക എന്നുള്ളതാണ്. കോൺസെപ്റ്റ് ആണ് ക്ലിയർ ചെയ്യേണ്ടത്. അപ്പൊ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കോൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയ്ക്കകത്തുള്ള ആ ഇമാജിനറി പവർ, ചിന്താശേഷി എന്ന് പറയുന്നതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ചിന്തിക്കാനായിട്ടുള്ള ആ ഒരു അവബോധം നൽകുന്ന ക്ലാസ്സുകൾ നിങ്ങൾ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം. നിങ്ങളുടെ ചിന്താശേഷിയെയും സർഗശേഷിയും ഒക്കെ മാറ്റിയിരിക്കുകയാണ്. കാര്യം എന്താ? ഇപ്പൊ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നു, സ്ക്രീനിൽ ചിത്രങ്ങൾ തെളിഞ്ഞു വരുന്നു, സിനിമ കാണുന്ന പോലെ ക്ലാസ്സുകൾ കാണാൻ വരുന്നു. ആഹാ, അടിപൊളി, ചിന്തിക്കും. അവിടെ നഷ്ടപ്പെടുന്നത് എന്താണ്? നിങ്ങളുടെ ഇമാജിനേഷൻ ആണ്. ഇപ്പൊ നമ്മളൊരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ ക്ലാസ്സിനെ കുറിച്ച് അധ്യാപകൻ പറയുന്ന സമയത്ത് നമ്മുടെ ഭാവന അതിലേക്ക് പോകുന്നു, നമ്മുടെ മനസ്സ് അതിലേക്ക് പോകുന്നു, നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ ഇമാജിൻ ചെയ്യുന്നു, ആ ചിത്രം നമ്മുടെ മനസ്സിൽ പതിഞ്ഞു. പക്ഷെ നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിക്കുകയും സ്ക്രീനിൽ ചിത്രങ്ങൾ മാറുകയും ചെയ്യുന്ന ക്ലാസ്സുകൾ കാണുമ്പോൾ അത് പതിയുന്നത് എവിടെയാണ്? നമ്മുടെ കണ്ണുകളിൽ മാത്രമാണ് പതിയുന്നത്, മനസ്സിലേക്ക് എത്തുന്നില്ല. നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ
പ്രധാനപ്പെട്ട പോയിന്റുകൾ ക്ലാസ് കേൾക്കുന്ന നിമിഷം തന്നെ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ തലച്ചോറ് എന്താണ്, അതിനെ നോട്ട്സ് ആക്കി മാറ്റാനായിട്ട് നമ്മളോട് പറയുന്നു. ലെക്ചർ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ അധ്യാപകൻ പറയുന്ന കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ നമ്മൾ പകർത്തുന്നില്ല. അവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടെന്ന് തോന്നുന്ന പോയിന്റുകൾ മാത്രം നമ്മൾ കുറിച്ചെടുക്കുന്നു. അങ്ങനെ കുറിച്ചെടുക്കുന്ന പ്രക്രിയ കേൾക്കുന്നു, ചിന്തിച്ചിട്ടെന്താണ്, കുറിക്കുമ്പോൾ എന്താണ്, 3 പ്രക്രിയ: കേൾക്കുന്നു, ചിന്തിക്കുന്നു, എഴുതുന്നു. 3 തവണയാണ് ഇവിടെ പഠനവും റിവിഷനുമായിട്ട് വരുന്നത്. മറ്റേതോ ജസ്റ്റ് ഇങ്ങനെ സ്ക്രീനിലേക്ക് കണ്ടെന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. അതിന്റെ തീരും. ഓക്കെ, കൊള്ളാം. PDF നോട്ട് ഉണ്ടല്ലോ, അതിൽ കിടന്നോട്ടെ എന്ന് കരുതി എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫോണിന്റെ ഫോൾഡറുകളിൽ PDF നോട്ട്സുകൾ കൊണ്ടങ്ങോട്ട് നിറയും. ആര് തന്ന നോട്ടുകൾ? ഏതോ ഒരാൾ അവന്റെ ചിന്താശേഷി വെച്ച് മനനം ചെയ്ത് പഠിച്ച നോട്ടുകൾ അവൻ തരുന്നത്. അവൻ തയ്യാറാക്കിയത്, അവന്റെ ഇഷ്ടത്തിന് തയ്യാറാക്കിയത്. അത് നിങ്ങളുടെ അഭിരുചിക്ക് അനുസൃതമാണോ? അല്ല. ഒരുത്തിനൊരു ചെരുപ്പുണ്ടാക്കി, അവന്റെ കാലിന് പാകമായ ചെരുപ്പാണ്. ആ ചെരുപ്പ് നിങ്ങൾ ധരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ചെരുപ്പിന്റെ കാശ് മേടിച്ച് എങ്ങനെ ശരിയാകണത്? ശരിയല്ലല്ലോ. അപ്പൊ ക്ലാസ്സുകൾ തിരഞ്ഞെടുക്കുന്നതിലും ഈ അറിവും തിരിച്ചറിവുമുണ്ട്. നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, കൊള്ളാം, അറിവ് കൂടുതലുണ്ട്. പക്ഷെ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. 100 പേരിൽ ഒരുത്തൻ കടക്കാൻ നേരത്ത് ഈ 99 പേരും ഔട്ടാവുകയല്ലേ ചെയ്യണത്. ആ 99 പേര് ഔട്ടാവുന്ന എന്താണ്? ഇവൻ ഒരുത്തൻ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവനായതുകൊണ്ട് മാത്രമല്ലേ മറ്റുള്ളവർക്ക് 99 പേർക്ക് ഇവന്റെ റേഞ്ചിൽ എത്താൻ സാധിക്കാത്തത്. അപ്പൊ ചിന്തയിലാണ് മാറ്റം വരുത്തേണ്ടത്. അല്ലാതെ ഈ പഠിപ്പിക്കുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകളെയോ അധ്യാപകരെയോ ഒന്നും അല്ല കുറ്റം പറയേണ്ടത്. കുറ്റപ്പെടുത്തേണ്ടത് എവിടെയാണ്? സ്വയമാണ്. നിങ്ങളുടെ ചിന്താരീതിയെയാണ്. ആ ചിന്താരീതിക്ക് മാറ്റമുണ്ടായെങ്കിൽ മാത്രമേ നിങ്ങൾ വിജയിച്ചു പോവുകയുള്ളൂ. അതല്ലാതെ ആരെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടിട്ട് ആ രീതിയിൽ എങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇവിടെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എങ്ങനെയാണ് പഠിക്കേണ്ടുന്ന രീതി എങ്ങനെയാണ്? നമ്മൾ പരീക്ഷ അടുക്കുന്ന സമയത്ത് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്, സമയമില്ലാത്തപ്പോൾ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണ്? നിങ്ങൾ പരമാവധി പരീക്ഷകൾ എഴുതുക. എങ്ങനെയുള്ള പരീക്ഷകൾ? ഇവിടുന്നും ഒക്കെ ചോദ്യങ്ങൾ കൂട്ടുന്നിട്ടുള്ള അവിയൽ പരീക്ഷയല്ല പരീക്ഷാ സമയത്ത് എഴുതേണ്ടുന്നത്. ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന്റെ ഗ്രാമർ പോർഷൻസ് മാത്രം ഉൾപ്പെടുന്ന ഒരു പരീക്ഷ, 2 പരീക്ഷ, 3 പരീക്ഷ എഴുതുക. അത് എഴുതുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഗ്രാമർ പോർഷനിൽ ഏത് മേഖല വരുമ്പോഴാണ് സ്വന്തം മാർക്ക് മിസ്സാവണമെന്ന്. അത് തിരിച്ചറിവാണ്. മാർക്ക് കിട്ടുന്നതെല്ലാം അറിവും, മാർക്ക് കിട്ടാത്ത മേഖല എന്നുള്ളത് തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആ മേഖല കൂടുതൽ സ്ട്രോങ് ആക്കി എടുക്കാനായിട്ട് ശ്രമം നടത്തും. അതാണ് യഥാർത്ഥ പഠനം എന്ന് പറയുന്നത്, അല്ലെ? ഭരണഘടന നിങ്ങൾ പഠിക്കാനിരുന്നു. ഭരണഘടനയുടെ A to Z കാര്യങ്ങൾ, അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി തൊട്ട് ഇങ്ങറ്റം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ പരീക്ഷ എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് എമർജൻസിയെ കുറിച്ച് ഒരു ചോദ്യം വരുന്നു, നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി എമർജൻസി നിങ്ങൾ വേണ്ട രീതിയിൽ പഠിച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കണം. അങ്ങനെയുള്ള പഠനം, അതാണ് തിരിച്ചറിഞ്ഞുള്ള പഠനം എന്ന് പറയുന്നത്. ആ തിരിച്ചറിഞ്ഞുള്ള പഠനമാണ് നമ്മൾ നടത്തേണ്ടത്. നമ്മുടെ കുട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പഠനമാണ്. എണ്ണം വളരെ വളരെ കുറവാണ്, അല്ലെ? 100ൽ താഴെ കുട്ടികൾ മാത്രമേ നമുക്ക് ഓരോ പരീക്ഷയായിട്ട് നമ്മൾ കൂടുതൽ പോകുന്നുള്ളൂ, ഓരോ ജില്ലയിലേക്ക് പോകുന്നുള്ളൂ. പക്ഷെ അവർക്കെല്ലാം കൃത്യമായ രീതിയിൽ എന്തുണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ് ഇതാണ്. സബ്ജക്ട് വൈസിലുള്ള പരീക്ഷകൾ കൊടുക്കും. അത് എഴുതുമ്പോൾ എന്താണ്? പഠിച്ചവന് മാത്രമേ പ്രയോജനമുള്ളൂ. പഠിച്ചവൻ സബ്ജക്ട് വൈസിൽ പരീക്ഷ എഴുതി കഴിയുമ്പോൾ അവൻ അറിയാൻ പറ്റും അവന്റെ വീക്ക് ഏരിയ ഏതാണെന്ന് അറിയാൻ പറ്റും. ആ വിഷയത്തിൽ അവൻ ഇങ്ങനെ നമ്പർ ഇട്ട് വെക്കും. അതായത് ഇംഗ്ലീഷ് എന്നുള്ള മേഖലയിൽ അവന്റെ വീക്ക് ഏരിയ ഏതാണ്, അത് തിരിച്ചറിഞ്ഞിട്ട് ആ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് പഠിക്കും. പഠിക്കാൻ പറ്റില്ലെങ്കിൽ വിളിച്ചു ചോദിക്കും, സാറേ ഇത് പഠിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നതാണ്, അത് വിട്ട് കളഞ്ഞേക്കണമെന്ന് പറയും. കാര്യം എന്താ? അതിന് പുറകെ പോയിട്ട് ഉള്ള മാർക്ക് കളയേണ്ട കാര്യമില്ല. കാര്യം എന്താ? പഠിച്ചെടുത്തിട്ടില്ലാത്ത കാര്യങ്ങളിൽ കറക്കി കുത്താൻ പോകരുത്. പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ധൈര്യമായിട്ട് കറക്കി കുത്തിക്കോളും. അതുപോലെ ഭരണഘടന പഠിച്ചിട്ടുള്ള ഒരുവൻ ഈ പരീക്ഷ എഴുതുകയാണെങ്കിൽ അവനും പറയവര് ഇന്ന ടോപ്പിക്കുകൾ പ്രയാസമാണ്, അവിടുന്ന് മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ ധൈര്യമായിട്ട് പഠിക്കാൻ പറയാം. പഠിച്ചിട്ട് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ചിലത് കിട്ടും, ചിലത് കിട്ടില്ല. കിട്ടാത്ത വിട്ടേക്കാനും പറയാം. അപ്പോൾ എന്താണ്? പരീക്ഷ ഹാളിൽ നമുക്കൊരു മുൻവിധിയുണ്ട്, ഇന്ന മേഖലയിൽ ചോദ്യം വന്നാൽ വിട്ടേക്കുക. അങ്ങനെ ഉറപ്പിച്ച് ആ തിരിച്ചറിവോടുകൂടി പോയി പരീക്ഷ എഴുതുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? ചിരിച്ച മുഖവുമായിട്ട് പരീക്ഷ ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ബലൂണുകളും വർണ്ണപ്പകിട്ടുകളും ഒക്കെ നിറഞ്ഞ ആ അന്തരീക്ഷത്തിലേക്ക് പോയിട്ട് സ്വന്തം ചിന്താശേഷിയും തിരിച്ചറിയുമെല്ലാം അടവച്ച പണയം വെച്ച ധാരാളം ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യുന്നു? അവർ ആ ഒരു പ്രതീക്ഷകളുമായിട്ട് പോയിട്ട് നിറഞ്ഞ കണ്ണുകളുമായിട്ട് പരീക്ഷ ഹാളിൽ നിന്ന് ഇറങ്ങി വരുന്ന രീതിയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞല്ലോ പരീക്ഷാ രീതി. അത്തരത്തിൽ പരീക്ഷകൾ വേണ്ടവരുണ്ടെങ്കിൽ അറിയിക്കുക. ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ 98 46 18 31 66 എന്ന നമ്പറിലേക്ക് ഞങ്ങൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയ എക്സാം സീരീസ് ആണ്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ
പഠിച്ചിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ പ്രയോജനപ്പെടുന്ന ഒരു സീരീസാണ്. പഠിച്ചിട്ടില്ലാത്ത ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ വലിയ പ്രയോജനം കിട്ടില്ല. കാര്യം എന്താ, ഞങ്ങൾ പറയുന്ന ഈ ചോദ്യങ്ങൾ അതേപടി ചോദിക്കുന്നു ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ ആ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പരീക്ഷകൾ എഴുതി, സബ്ജക്ട് വൈസുള്ള പരീക്ഷകൾ എഴുതി പഠിച്ച് വിജയിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 98 46 18 31 66. ഇത് അറിവിന്റെ മത്സരമല്ല, തിരിച്ചറിവിന്റെ മത്സരമാണെന്ന് സ്വയം തിരിച്ചറിയുക. ഓൾ ദ ബെസ്റ്റ്.